മാർച്ച് 24 നോമ്പുകാലത്തിലെ 5-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. യോഹന്നാൻ 8:21 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ ആളുകൾ യേശുവിനോട് നീ ആരാണ് എന്ന ചോദ്യം ചോദിക്കുന്നു. യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷങ്ങളിൽ പലപ്പോഴും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇയാൾ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. യേശുവിനെക്കുറിച്ച്, അവൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുവാൻ ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ഓരോ മനുഷ്യനും ഒരുതരം നിഗൂഢതയുണ്ട്. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ആ നിഗൂഢത വളരെയധികം വലുതാക്കപ്പെടുന്നു. നീ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ അതിന് ഉത്തരം ലഭിക്കൂ എന്ന് യേശു പറയുന്നു. നീ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഞാൻ അവനാണെന്ന് നിങ്ങൾ അറിയും. കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ യേശു തന്നെ ഏറ്റവും പൂർണ്ണമായി വെളിപ്പെടുത്തുന്നു. അവൻ നമ്മുടെ ഇടയിൽ ദൈവമായി തന്നെ വെളിപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ യേശുവിൻ്റെ മരണം നമുക്ക് വേണ്ടി ദൈവത്തെ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ മരണം പാപികളോടുള്ള ദൈവത്തിൻ്റെ നിരുപാധിക സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. ആദിമസഭ കുരിശിൻ്റെ വിരോധാഭാസം തിരിച്ചറിഞ്ഞു. ഏറ്റവും വലിയ അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം ഏറ്റവും തിളക്കത്തോടെ പ്രകാശിച്ചു. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച നാം കുരിശിനെ വണങ്ങുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ യേശുവിനെ ക്രൂശിച്ച മനുഷ്യ പാപത്തിനപ്പുറം യേശുവിൻ്റെ വലിയ ശാരീരിക കഷ്ടപ്പാടിനപ്പുറവും നാം കാണുന്നു. ഇരുട്ടിന് മറികടക്കാൻ കഴിയാത്തൊരു ദിവ്യ വെളിച്ചത്തെയും മനുഷ്യ വിദ്വേഷത്തിന് കെടുത്താൻ കഴിയാത്ത ഒരു ദിവ്യ സ്നേഹത്തെയും നാം തിരിച്ചറിയുന്നു. യേശു കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ ഇയാൾ ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുന്നു. ചുരുക്കത്തിൽ, പാപത്തിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തിലും ത്യാഗപരമായ മരണത്തിലും പൂർണ്ണമായി വിശ്വസിക്കാൻ ഈ ഭാഗം വിശ്വാസികളായ നമ്മെ വെല്ലുവിളിക്കുന്നു. യഥാർത്ഥ വിശ്വാസത്തിന് ഞാൻ ആകുന്നു എന്ന് തിരിച്ചറിയുകയും അങ്ങനെ ലൗകിക വഴികളിലല്ല അവനെ പിന്തുടരേണ്ടത് എന്ന് ഊന്നിപ്പറയുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Goa.